ബൈജറപ്പോ വീടിനകത്തുള്ള ഒരു ഓഫർ എന്താ, സ്കീം എന്താ? ഓഫർ നമ്മൾ ഇത് ഓഫറാക്കി കൊടുക്കാം നമുക്ക്. എന്താ സ്കീം എന്താ? 2005 മോഡല് 2005 മോഡൽ ഓൾട്ടോ 50 ഉറുപ്പ്യക്ക് വാങ്ങിച്ച വണ്ടിയാണ്. 2000 രൂപ കമ്മീഷൻ കൊടുത്ത് ബ്രോക്കറേജ്. അതെ, ബ്രോക്കർ പൈസ കൊടുത്ത് 52,000 ഒരു 5 ഉറുപ്പ്യന്റെ ഫീസ് കൊടുത്തിട്ട് 57 ഉറുപ്പ്യക്ക് ഫൈൻ. 57 രൂപയ്ക്ക് വണ്ടി ഉണ്ടാവാന്ന് നിങ്ങള് ഓപ്പൺ ആയിട്ട് മേടിച്ച വിലയും പറഞ്ഞ് കമ്മീഷനും പറഞ്ഞ് ഇനി നിങ്ങൾക്ക് കിട്ടണ ലാഭം പറഞ്ഞു 10% മോശമില്ലാത്തൊരു ലാഭം എന്ന് പറയാം. ഇനി അതിനെ കൊണ്ട് വെക്കാം, എന്താ പണിയുള്ളതിനെ കൊണ്ട് അങ്ങനെ കൊടുക്കുന്നു, ഓഫറായിട്ട് കൊടുക്കുന്നു? അല്ലല്ല, നമ്മൾ ആ മേളല് മാക്സിമം കുറച്ച് കൊടുക്കുക. ഓക്കെ, ഉള്ള കാര്യമുള്ള പോലെ പറഞ്ഞു വിടുന്നുണ്ട്. 57,000 രൂപയ്ക്ക് വണ്ടി കൊടുക്കുക. എടുക്കുന്ന വേറെ പണി കാര്യങ്ങളൊന്നും AC ഒക്കെ വർക്കിംഗ് അണ്ടർബോഡി റസ്റ്റ് ഒന്നും ഇല്ലല്ലോ? ഇല്ല, ഫുള്ള് വക്കെയാണ്. ഓക്കെ, നമസ്കാരം. ഞാൻ അപ്പി പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിൽ കൊണ്ടോട്ടി എയർപോർട്ടിന് തൊട്ടടുത്തായിട്ടുള്ള കുമ്മിണിപ്പറമ്പ് തറയിട്ട എന്നുള്ള ലൊക്കേഷനിലാണ്. തൊട്ട ബാക്കിൽ കാണുന്നത് നയറാൻ്റെ പെട്രോൾ പമ്പാണ്. പെട്രോൾ പമ്പിന് നേരെ ഓപ്പോസിറ്റ് ഉള്ള 2 പ്ലോട്ടുകളിലായിട്ട് ചെറിയൊരു കുട്ടിമേള നടക്കുന്നുണ്ട്. ഓണമൊക്കെ പ്രമാണിച്ചിട്ട് മാക്സിമം ഡിസ്കൗണ്ടും അതേപോലെ തന്നെ ഫുൾ ഓണൊക്കെ കിട്ടുന്ന വണ്ടികളുടെ ഏകദേശം ഒരു 50ഓളം വണ്ടികൾ ഉണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ ഓരോ വണ്ടികൾ പരിചയപ്പെട്ട് തുടങ്ങാം. വീഡിയോ തീരുകയാണെങ്കിൽ ജസ്റ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഓരോ വണ്ടികൾ പരിചയപ്പെട്ട് തുടങ്ങാം. സോ മൂവിങ് ടു ദ വീഡിയോ. ബൈജയുടെ അടുത്തത് 2010 LXi ആൾട്ടോ KL 2 കൊല്ലം രജിസ്ട്രേഷൻ വണ്ടിയാണ്. LXi എന്ന് പറയുന്ന ഒരു AC ഉണ്ടാവും, പവർ സ്റ്റിയറിംഗ് ഉണ്ടാവും, 800cc 5 സ്പീഡ് ഗിയർ ബോക്സ്, 18-20 റേഞ്ചിൽ മൈലേജ്. അതേസമയത്ത് ഇപ്പൊ നിലവിൽ എന്തെങ്കിലും വർക്ക് എന്തെങ്കിലും AC പവർ സ്റ്റിയറിംഗ് ഒക്കെ വർക്കിംഗ് അല്ലേ? ഒക്കെ വർക്കിംഗ്. നമുക്കൊരു 5 ഉറുപ്പിന്റെ ചെറിയ വർക്ക് എടുക്കാണ്ടാവും. ഓക്കെ, അപ്പൊ അത് കണക്കാക്കി ഇപ്പൊ എത്രയ്ക്ക് നിങ്ങൾ കൊടുക്കുന്നുണ്ടോ? 2010 മോഡൽ ഓൾട്ടോ നമുക്ക് ഒരു 90 ഉറുപ്പിക്ക് ഫൈനൽ കൊടുക്കാം. 90 രൂപയ്ക്ക് 2010 ഓൾട്ടോ. അടുത്ത കൊല്ലല്ലേ റിന്യൂവൽ വരുന്നുണ്ടാവും. 85,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. വേറെ മെക്കാനിക്കലി ഇപ്പൊ വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉള്ള വണ്ടിയൊന്നും അല്ലല്ലോ? കുഴപ്പമില്ല. എഞ്ചിന് ഗിയർ ബോക്സിംഗ് എന്താ കാര്യങ്ങളെല്ലാം പക്ക മെക്കാനിക്കൽ അല്ലേ? ബൈജയുടെ അടുത്തത് 2015 മാഗ്ന ഇയോൺ. മാഗ്ന പ്ലസ് എന്ന് പറയുന്ന നേരം ഫുൾ ഓപ്ഷന് തൊട്ട് താഴെ വരുന്ന വേരിയന്റ് ആണ്. ടയർ സൈസ് R13 ഉണ്ടാവും. സാധാരണ 12 ടയർ സൈസ് വരിക. കുറച്ചുകൂടെ റൈഡിംഗ് കംഫർട്ട് കിട്ടുന്ന വണ്ടിയാണ്. ഇൻബിൽറ്റ് സ്റ്റീരിയോ, കമ്പനി സ്റ്റീരിയോ തന്നെ വരുന്നുണ്ടാവും. പിന്നെ AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോസ് ഉണ്ടാവില്ല, 2 ഡോർ പവർ വിൻഡോസ് ഉണ്ടാവും. ഇത് ലോക്ക്ഡ് ആണ്. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ടാവും? കിലോമീറ്റർ 90 കിലോമീറ്റർ ഓടിയിട്ടുണ്ടാവും. 90, 80 ആണല്ലോ? 80,000 കിലോമീറ്റർ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. കുറെ വണ്ടിയുടെ കൺഫ്യൂഷൻ പ്രശ്നമൊക്കെ ഉണ്ട്. ഓക്കെ, പിന്നെ നിലവിൽ വേറെ എടുക്കുന്ന പോളിഷ് ചെയ്യാണ്ടാവും. ഓക്കെ, ചെറിയ ടച്ചപ്പും പോളിഷ് കൊടുക്കാണ്ടാവും. 2015 മാഗ്ന ഫുൾ ലോൺ തന്നെ പറയാൻ വേണ്ടി പറ്റുമല്ലോ അല്ലേ? അതെ, 2 രൂപേൻ്റെ അടുത്ത് തന്നെ ലോണ് കയറേണ്ട വണ്ടിയാണ്. അതെ, റേറ്റ് 1.80 കൊടുക്കാം. 1.80 2015 ചെയ്യണം. മാഗ്ന പ്ലസ് കുറയൂ? കുറയില്ല. ഞാൻ ചീത്ത വിളിക്കാൻ പോവാണ്. പക്ഷേ അടുത്തത് 2010 LXi A സ്റ്റാർ K സീരീസ് നമ്മളെ വാഗണറിലൊക്കെ വരുന്ന എഞ്ചിൻ വരും. സെക്കൻഡ് ഓണർഷിപ്പ്. കിലോമീറ്ററോ? കിലോമീറ്റർ 80,000 കിലോമീറ്റർ. നിലവിലുള്ള കണ്ടീഷനൊക്കെ എന്താ വെച്ചോട്ടോ? നല്ല വണ്ടിയാണ്. 15 അടുത്ത് തന്നെ മൈലേജ് കിട്ടും പെട്രോളില്. വേറെ എടുക്കുന്ന ഇപ്പൊ റിന്യൂവൽ അടുത്ത കൊല്ലല്ലേ വരുന്നുണ്ടാവുള്ളൂ? അടുത്ത കൊല്ലം റിന്യൂവൽ. AC പവർ സ്റ്റിയറിംഗ് ഫീച്ചേഴ്സ് എല്ലാം വർക്കിംഗ് അല്ലേ? എല്ലാം വർക്കിംഗ് ആണ്. ഇപ്പൊ ഇതിന് കുഴപ്പമില്ല, ചെറിയ ബാറ്ററി ചെറിയ വീക്ക് ഉണ്ട്, നമുക്ക് ക്ലിയർ ആക്കി കൊടുക്കാം. ബാറ്ററി മാറ്റി കൊടുക്കും. സ്റ്റാർട്ടിംഗ് ബാറ്ററി നമുക്ക് കൊടുക്കും. ഓക്കെ, വേറെ റേറ്റ് എങ്ങനെ വരുന്നത്? റേറ്റ് നമുക്ക് ഒരു 1.20 ഫൈനൽ കൊടുക്കാം. 1.20 പുതിയ ബാറ്ററി വെച്ചിട്ട് ആ ലെവലിൽ കൊടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. പിന്നെ എടുക്കുന്നൊക്കെ വേറെ വർക്കും കാര്യങ്ങളും അടുത്തല്ലേ വരുന്നുണ്ടാവുള്ളൂ. അടുത്ത A സ്റ്റാർ 2009 VXi. പിന്നെ കണ്ടത് LXi ആണ്. ഇത് VXi ആണ്. KL 18 വടകര രജിസ്ട്രേഷൻ വരുന്ന വണ്ടിയാണ്. 2009 അതല്ലേ 10? 2009 മോഡൽ എന്ന് പറയുമ്പോൾ റിന്യൂവൽ തെറ്റിയതാണോ കഴിഞ്ഞതാണോ? ഇപ്പത്തെ ഓൾറെഡി തെറ്റി കിടക്കാണ്. ഓക്കെ, അത് നിങ്ങൾ എടുത്തു കൊടുക്കൂലേ? എടുത്തു കൊടുക്കും. റിന്യൂവൽ എടുക്കുന്ന ആൾക്ക് റിന്യൂവൽ എടുത്തു കൊടുക്കുന്നുണ്ടാവും. VXiയിൽ 4 പവർ വിൻഡോസ് വരുന്നുണ്ടാവും. എഞ്ചിൻ 1000cc തന്നെ. കിലോമീറ്റർ ഒക്കെ എത്ര ഓടിയിട്ടുണ്ടാവും? 1,00,000 കിലോമീറ്റർ. ഓക്കെ, ഓണർഷിപ്പോ? സിംഗിൾ ഓണർ. നിലവിൽ എന്തെങ്കിലും വർക്ക് വേറെ എന്തെങ്കിലും പെൻഡിംഗ് ഉണ്ടോ? റിന്യൂവൽ എടുത്തു കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. വേറെ ഒന്നുമില്ലല്ലോ? AC പവർ സ്റ്റിയറിംഗ് ഒക്കെ വർക്കിംഗ് ആണ്. പെയിന്റും കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിന് റേറ്റ് എങ്ങനെയാണ് വയ്ക്കുന്നത്? നമുക്ക് 1.5 കൊടുക്കാം. ഫൈനലാ? 1.5 കൊടുക്കാം. ഇനിയും കുറയില്ലല്ലോ? അങ്ങനൊന്നും ചോദിക്കല്ലേ. 1.10 1.15 ചോദിച്ചിട്ട് 1.10 1.5 എത്തുന്നതാണ്. ഇതിപ്പോ മേള അതിനെ കൊണ്ടാണ് നിങ്ങൾ കട്ട് ഓഫ് പറയുന്നത്. അതെ, അതെ. ഓക്കെ, അപ്പൊ വീഡിയോന്റെ ഇടയിൽ കൂടെ ചെറിയൊരു കച്ചവടം നടന്നിട്ടുണ്ട്. ബഡ്ജറ്റ് ഏതാ വണ്ടി? ഏതാ? ആക്സെന്റ് 2014 ഫുൾ ഓപ്ഷൻ വണ്ടി. ബട്ടൺ സ്റ്റാർട്ട് എയർ ബാഗ് ഒക്കെ വരുന്ന വണ്ടി. ഡീലിംഗ് എങ്ങനെയുണ്ട്? ഡീലിംഗ് കുഴപ്പമില്ല, നല്ല ഡീലിംഗ് ആണ് ചെയ്തതൊക്കെ. നമ്മള് ഉദ്ദേശിച്ച റേറ്റില് കുറച്ചൊരു മാറ്റം വന്നു. എന്തായാലും ഇവരൊരു കസ്റ്റമേഴ്സ് എന്നുള്ളതിൽ നമ്മളൊരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്തിട്ട് നമ്മൾ ആ കച്ചവടം നടത്തി. എയർപോർട്ട് പോയി? ഞാൻ എയർപോർട്ടിൽ പോകുന്ന വഴിയിൽ ഇങ്ങനെ യാർഡ് കണ്ടപ്പോൾ നിർത്തി. അങ്ങനെ ഒരു വണ്ടി കണ്ട് ഞാനത് ഇഷ്ടപ്പെട്ടു. ആ ഒരു എക്സെന്റ് വണ്ടീന്റെ മക്കൾക്ക് വേണ്ടിയിട്ട് ഞാൻ എടുത്തു കൊടുക്കുക. പൊരുത്തപ്പെട്ട് കച്ചവടം ചെയ്ത് അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട്. പാടാണ്. ഹാപ്പി. ഓക്കെ, ഓക്കെ എന്നാ വേണ്ട.
ഷഫീഖ്, അടുത്തത് ക്വിഡിന്റെ ക്ലൈംബർ ആണ്. 1000 cc വരുന്ന വണ്ടി. അതെ. ഡീറ്റെയിൽ എങ്ങനെയാ വരുന്നത്? 2017 മോഡല്, 173,000 ഓട്ടം. 173 ആണോ അല്ലെ വെറും 73? 73,000. RST എന്നുള്ള ഫുൾ ഓപ്ഷൻ ആണ്. അതെ. 73,000 കിലോമീറ്റർ. സെക്കൻഡ് ഓണർഷിപ്പ്, റീപ്ലേസ് കാര്യമായിട്ട് എന്തെങ്കിലും ഉണ്ടോ? പൈസട്ടോ ഒന്നുമില്ല. വണ്ടി ലോക്ക് ആയിരിക്കും. അതെ, ലോക്കാണ്. പുറത്തിട്ടതിനെ കൊണ്ടാണ് ലോക്ക് ചെയ്ത് വെച്ചത്. AC പവർ സ്റ്റിയറിംഗ്, ഫ്രണ്ട് 2 ഡോർ, പവർ വിൻഡോസ്, ചെറിയൊരു ടച്ച് സ്ക്രീനും കൂടെ ക്വിഡിലേക്ക് 1000 cc വരുന്ന ക്ലൈംബർ ലിമിറ്റഡ് എഡിഷനിൽ വരുന്നുണ്ടാവും. വണ്ടി നിലവിലുള്ള കണ്ടീഷനൊക്കെ എന്താണ്? നല്ല വണ്ടിയാ. 2.5 റേഞ്ചിലൊക്കെ ലോണ് കിട്ടുമെന്ന് പറയാറുണ്ട്. കമ്പനി എല്ലോയ്സ് തന്നെ വരുന്ന വണ്ടിയാണ്, ലിമിറ്റഡ് എഡിഷനിൽ വരുന്ന നേരം. റേറ്റ് എങ്ങനെയാണ് ചോദിക്കുന്നത്? 2.75 ചോദിക്കുന്നുണ്ട്. മാക്സിമം കുറച്ച് കൊടുക്കാം. ഓക്കെ. 2.5 റേഞ്ചിൽ ലോൺ കിട്ടുന്നുണ്ടാവും. ബാക്കി പ്രൊഫൈല് പോലെ മാറ്റങ്ങൾ വരും. ചെയ്യും. ഏകദേശം ഒരു 15 റേഞ്ചിൽ മൈലേജ് കിട്ടും. നിലവിൽ വേറെ പണി കാര്യങ്ങളൊന്നും ഇല്ല. പണിയൊന്നുമില്ല. പൈസയുടെ അടുത്തത് 2010 മോഡല് ഹോണ്ട സിറ്റി ഓട്ടോമാറ്റിക്. KL57 കൊടുവള്ളി രജിസ്ട്രേഷൻ ആണ്. റീ രജിസ്ട്രേഷൻ അല്ലല്ലോ? റീ രജിസ്ട്രേഷൻ, സെക്കൻഡ് ഓണർ വണ്ടി. റീ രജിസ്ട്രേഷൻ വണ്ടിയാണ്. വേരിയന്റ് ഏതാ? SO VO? ഇത് വി അല്ലേ? എന്തായാലും സ്റ്റിയറിംഗ് കൺട്രോൾസ് എയർ ബാഗ് കാണുന്നുണ്ട്. ബേസ് മോഡൽ അല്ല, വരുന്ന മാതിരി തന്നെ എല്ലോയ്സും വരുന്നുണ്ട്. VO SVO ആണ്. വി എന്നുള്ള ഫുൾ ഓപ്ഷൻ ആണ്. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ, പവർ വിൻഡോസ്, എയർ ബാഗ് ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. 80 ഗിയർ ബോക്സ് ആണ്, പവർ വിൻഡോസ് ഉൾപ്പെടെ. പിന്നെ എല്ലോയ്സും വരുന്നുണ്ടാവും. 12 റേഞ്ചിൽ മൈലേജ് പറഞ്ഞൂടെ? അതെ. പെട്രോൾ ആണ് എടുക്കുന്ന. നിലവിൽ എന്തെങ്കിലും വർക്ക് ഉണ്ടോ? ഇല്ല. റേറ്റ് എങ്ങനെ ചോദിക്കുന്നത്? 2010 ഹോണ്ട സിറ്റിക്ക് ഇത് 2.75 മാക്സിമം കുറച്ച് കൊടുക്കട്ടോ. ഓട്ടോമാറ്റിക് വണ്ടി അതിനെ കൊണ്ടാണ് ആ റേറ്റ് വരുന്നത് അല്ലേ? അടുത്തത് 2011 മോഡൽ ആസ്റ്റ i20 ഡീസൽ. i20 ഓൾഡ് ഷേപ്പ് ആണ്. ആസ്റ്റ എന്നുള്ള ഫുൾ ഓപ്ഷൻ ആണ്. ഡീസൽ ആണോ പെട്രോൾ ആണോ? ഡീസൽ. ഡീസൽ എന്ന് പറയുന്ന നേരം 18-20 റേഞ്ചിൽ മൈലേജ് കിട്ടുന്ന CRT 1.4 ലിറ്റർ എഞ്ചിനായിരിക്കും. ആസ്റ്റയിലേക്ക് വരുന്ന ബാക്ക് വൈപ്പർ, ഡീഫോഗർ, ബാക്ക് സെൻസേഴ്സ്, എയർ ബാഗ്, ഓട്ടോമാറ്റിക് AC, സ്റ്റിയറിംഗ് കൺട്രോൾസ് തുടങ്ങിയ ഒരു എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ടാവും. നിലവിലുള്ള കണ്ടീഷനൊക്കെ എന്താ ബൈച്ചേട്ടാ? നല്ല വണ്ടിയാ. എടുക്കുന്നതൊക്കെ എന്തെങ്കിലും വർക്ക് എന്തെങ്കിലും ഉണ്ടാവും? ഒന്നുമില്ല. കിലോമീറ്റർ ഒക്കെ എത്ര വരാൻ വേണ്ടി പറ്റുന്നുണ്ടോ? കിലോമീറ്റർ ഇതില് 1.30 റേഞ്ചിലൊക്കെ ഉണ്ടാവും. ആ റേഞ്ചിൽ ഓടിയിട്ടുണ്ടോ? പഴയ വണ്ടിയാണ്. റേറ്റ് എങ്ങനെയാ ചോദിക്കുന്നത്? റേറ്റ് 2.10. 2.10 ചോദിക്കുന്നുണ്ട്. കുറച്ച് കൊടുക്കും. ലോണൊക്കെ ഒരു 1.5 മുകളിൽ 1.25 റേഞ്ചിൽ ചെറിയ കാലത്തേക്ക് കിട്ടുന്നേ ഉള്ളൂ. 2-3 കൊല്ലത്തേക്ക് ലോൺ കിട്ടുള്ളൂ. അടുത്തത് ഫിയാറ്റിന്റെ പുണ്ടോ 2012. ഇത് ഇമോഷൻ ബാക്ക് എന്നുള്ള ഫുൾ ഓപ്ഷൻ ആണ്. ഫിയാറ്റിന്റെ ഡീസൽ അല്ലേ ഇത്? ഡീസൽ 90 HP ഇമോഷൻ ബാക്ക്. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ടാവും? കിലോമീറ്റർ 1,00,000 കിലോമീറ്റർ ഓടി. ഒന്നിന് മുകളിൽ ഓടിയിട്ടുണ്ട്. ഓക്കെ. ഇതിന്റെയും ലിനിയന്റെ വെർണന്റെ ഒക്കെ ഡിസ്പ്ലേ മീറ്റർ കറക്റ്റ് കാണാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇതിന്റെ എഞ്ചിൻ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളെ സ്വിഫ്റ്റ്, റിറ്റ്സിൽ, ടാറ്റന്റെ ക്വാഡ്രോജെറ്റ്, വിസ്തലൊക്കെ വരുന്നത്. 18-20 റേഞ്ചിലും അതിന് മുകളിലേക്ക് ആയിട്ട് മൈലേജ് കിട്ടുന്നുണ്ട്. ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ 2 എയർ ബാഗും പിന്നെ സ്റ്റിയറിംഗ് കൺട്രോൾസും കമ്പനി എല്ലോയ്സ് എല്ലാം തന്നെ ഇൻബിൽറ്റ് സ്റ്റീരിയോ ഉൾപ്പെടെ ഫുൾ ഓപ്ഷൻ ഫിയാറ്റ് പുണ്ടോയിലേക്ക് വരുന്ന ഫീച്ചറായിട്ട് കിട്ടുന്നുണ്ടാവും. 12 മോഡൽ പുണ്ടോന് ലോൺ കിട്ടുന്നുണ്ടാവും ഫുൾ ഓപ്ഷൻ വണ്ടിക്ക്. ശ്രീറാം എത്ര ചെയ്യുന്നുണ്ടാവും? 1,00,000 കൊടുക്കാൻ മതി. 1,00,000 റേഞ്ചിൽ ലോൺ കിട്ടുന്നുണ്ടോ? വണ്ടിക്ക് നിങ്ങൾ റേറ്റ് എത്ര ചോദിക്കുന്നത്? 1.45. ഇമോഷൻ ബാക്ക് അതിനെ കൊണ്ടുള്ള റേറ്റ് ആണ്. സാധാരണ നമ്മൾ ബേസ് നല്ല ക്വാളിറ്റി വണ്ടി. അത് കാണുമ്പോൾ തന്നെ അത്യാവശ്യം നല്ലൊരു വൃത്തി ഉണ്ട് കാണാൻ. വണ്ടി ഷേപ്പ് ഉണ്ട്. അടുത്തത് 2015 GD എറ്റിയോസ് GD റീ വണ്ടിയാണോ? സെക്കൻഡ് ഓണർ വണ്ടി. ഡീസൽ അല്ലേ GD എന്ന് പറയുന്ന നേരം? ഡീസൽ ലിവയിലൊക്കെ വരുന്ന 1400 cc എഞ്ചിനാണ്. 20-20 പുറത്തൊക്കെ ആയിട്ട് ഡീസന്റ് ആയിട്ട് മൈലേജ് കിട്ടുന്നുണ്ടോ? വലിയ മെയിൻ്റനൻസും വരുന്നില്ല. ഇത് GD SP ആണോ? 2 എയർ ബാഗ് കാണുന്നുണ്ട്. റീപ്ലേസ് അങ്ങനത്തെ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും സിംഗിൾ ഉണ്ടാവും. ഓക്കെ. എന്തെങ്കിലും ഒരു ഗ്ലാസ് അല്ലേ? ഓക്കെ. പോട്ടെ. കിലോമീറ്റർ ഒക്കെ എത്ര പറയാൻ പറ്റും? റീവണ്ടിനെ കൊണ്ട് ചോദിക്കുന്നത് 1.45 ഓക്കെ. വണ്ടി ലോക്ക്ഡ് ആണ്. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ, പവർ വിൻഡോസ്, പിന്നെ GD SP-ലേക്ക് വരുന്ന നേരം കിട്ടുന്ന 2 എയർ ബാഗും ആയിരിക്കും ഫീച്ചറായിട്ട് വരിക. നല്ല വണ്ടിയാണ് കേട്ടോ. റണ്ണിങ് പക്കാണ്. ഞാൻ ഓടിച്ച വണ്ടിയാ. എടുക്കുന്നതൊക്കെ വേറെ വർക്കും കാര്യങ്ങളൊന്നും ചെയ്യാനൊന്നും ഇല്ല. എറ്റിയോസ് നിങ്ങൾ എത്ര റേറ്റ് എത്ര വയ്ക്കുന്നത്? 4.5. 4,05,000 രൂപയാണ് 2015 എറ്റിയോസിന് വയ്ക്കുന്നത്. ലോണൊക്കെ ഏകദേശം 3.5 വരെ ലോൺ കിട്ടാൻ മതി. 3.5 ലോണും കിട്ടുന്നു. റീവണ്ടി അതിനെ കൊണ്ട് വ്യത്യാസം വരുന്നല്ലേ? ഷെഫിക്ക് അടുത്തത് 2020 മോഡൽ മറാസോ. 2020 മോഡൽ മഹീന്ദ്ര മറാസോ M2 ഡീസൽ ആണ് എഞ്ചിൻ വരുന്നുണ്ടാവുക. ഏകദേശം 14-15 റേഞ്ചിൽ മൈലേജും കിട്ടുന്നുണ്ടാവും. M2 എന്നുള്ളത് ബേസ് വേരിയൻ്റ് ആണ്. 4 പവർ വിൻഡോസ്, റൂഫ് AC, എയർ ബാഗ് 2 എണ്ണം, ഇങ്ങനെയുള്ള ഒരു ഇതെല്ലാം ഫീച്ചേഴ്സും വരുന്നുണ്ടാവും. എയർ ബാഗ്സ്, ABS എല്ലാം തന്നെ. ഓണർഷിപ്പ് എത്രയുണ്ട്? കുറേ ഉണ്ടോ? സിംഗിൾ ഓണർ. അതേമാതിരി കിലോമീറ്ററോ? 1.14. കറക്റ്റ് ഹിസ്റ്ററി. എടുക്കുന്നതൊക്കെ ഇപ്പം നിലയിൽ എന്തെങ്കിലും പണിയെന്ന് ഒരു പണിയില്ല. നല്ല
ഇതിന് എന്തെങ്കിലും സ്കീം ഉണ്ടോ? ഇത് നമുക്ക് ഏറ്റവും വലിയ വണ്ടി നമുക്കിത് ഈ ഓണത്തിന് നല്ലൊരു റേറ്റിൽ കൊടുക്കാൻ വേണ്ടി, ഓണത്തിന് നല്ല റേറ്റിൽ കൊടുക്കാൻ പറ്റും. എന്താ സ്കീം? എന്താ മറാസോനുള്ള ഓഫർ എന്ന് പറയാം? മറാസോ നമുക്കൊരു 7.35 കൊടുക്കാം. 7.35 കൊടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ലോണൊക്കെ 8ന്റെ അടുത്ത് തന്നെ കിട്ടുന്ന വണ്ടിയല്ലേ? അതെ അതെ. ടാക്സി അല്ല, പ്രൈവറ്റിലുള്ള വണ്ടിയാണ്. ടാക്സി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പറ്റും പറ്റും. അപ്പം പ്രൈവറ്റിലേക്ക് ടാക്സി ആക്കുകയാണെന്ന് വെച്ചാൽ ടാക്സിക്കൊക്കെ ലോണൊക്കെ എത്ര അറിയാൻ പറ്റും? 5 റുപ്യ 6 റുപ്യ റേഞ്ചിൽ കിട്ടും. ലോണ് കിട്ടും ചെയ്യും. ഇനിയും കുറയും. കുറയ്ക്കാം. അത്യാവശ്യം ടയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം ബോഡി ഷേപ്പും കാണുന്നുണ്ട്. വേറെ റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഒന്നുമില്ല. എടുക്കുന്ന വേറെ പണിയില്ല. വിശ്വാസം പറ്റും. 2015 XV മൈക്ര പെട്രോൾ പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്ന വണ്ടിയല്ലേ? പെട്രോൾ ആണ്. ഏകദേശം 15 റേഞ്ചിൽ മൈലേജ് കിട്ടുന്നുണ്ടാവും. വലിയൊരു മെയിൻ്റനൻസും വരുന്നില്ല. മൈക്രോ നിലവിലുള്ള കണ്ടീഷനൊക്കെ എന്താ? ഇത് നല്ല വണ്ടിയാണ്. ഇത് നമുക്ക് ഓഫർ പ്രൈസിൽ കൊടുക്കട്ടോ. ഓണർഷിപ്പ് എത്ര ഉണ്ട്? ഓണർഷിപ്പ് സിംഗിൾ. എത്ര റേറ്റ്? എത്ര ഓഫർ റേറ്റ്? എത്രയാ? നമുക്ക് 2.5 ഫൈനൽ കൊടുക്കാം. 2.5 കൊടുക്കുക. 2.5 ലോണും കയറില്ല. 2.5 ലോണും കയറും. ഓക്കെ. എടുക്കുന്നൊക്കെ നിലവിൽ വേറെ പണിയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? പണിയൊന്നുമില്ല. പെട്രോൾ അടിക്കുക, അത്രേ ഉള്ളൂ. പെട്രോൾ അടിക്കുക, കൊണ്ടു നടക്കുക അല്ലേ? അടുത്തത് 2013 VXI സിംഗിൾ ഓണർ വണ്ടി. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട്? 1 ലക്ഷം കിലോമീറ്റർ. VXI എന്നുള്ളത് മിഡിൽ ഓപ്ഷൻ ആണ്. പെട്രോൾ വേരിയന്റ്. KL58 തലശ്ശേരി രജിസ്ട്രേഷൻ ആണ്. നിലവിൽ റീപ്ലേസ് ആക്സിഡന്റ് ഹിസ്റ്ററി അങ്ങനെ കാര്യമായിട്ട് എന്തെയുണ്ടോ? ലോക്ക്ഡൌൺ. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോസ് ആയിരിക്കും ഫീച്ചർ ആയിട്ട് വരുന്നുണ്ടാവും. ഇൻബിൽറ്റ് മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ടാവും. VXI എന്നുള്ള മിഡിൽ ഓപ്ഷനിലേക്ക് വരുന്ന നേരം 15 റേഞ്ചിൽ മൈലേജും കിട്ടുന്നുണ്ടാവും. 13 ഡിസയറിന് എത്ര റേറ്റ് എത്രയെന്ന് വെച്ചിട്ടോ? 3.35. ഫുൾ ഹിസ്റ്ററി എല്ലാം പക്കുള്ള വണ്ടി. എടുക്കുന്നതൊക്കെ വേറെ പണിയും കാര്യങ്ങളൊന്നും ഇല്ല. നല്ല വണ്ടി. ലോണൊക്കെ എത്ര പറയാൻ പറ്റുന്നുണ്ടാവും? 2.25 ആരെങ്കിലും ലോൺ വരും. 2014-15 രജിസ്റ്റർ ഡസ്റ്റർ 85. KL11 രജിസ്ട്രേഷൻ, കോഴിക്കോട് വണ്ടിയാണ്. 85 PS ആണോ 110 ആണോ? 85 PS വരുന്ന ഡസ്റ്റർ RXE എന്നുള്ള വേരിയന്റ് ആണ്. RXE എന്നുള്ളത് ബേസ് അല്ലേ? ബേസ് ആണ്. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ടോ? കിലോമീറ്റർ 95,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഹിസ്റ്ററി എല്ലാം ഒക്കെയാണോ? ഹിസ്റ്ററി ഒക്കെ ഓക്കെ. ഓണർഷിപ്പ് ഒക്കെ എത്ര ഉണ്ട്? ഓണർഷിപ്പ് സെക്കൻഡ് തന്നെ. റേറ്റ് എങ്ങനെയാണ് വരുന്നത്? 3.75. 3.75 2014-15 ഡസ്റ്റർ ഒരു 3.5 റേഞ്ചിലൊക്കെ വരും. 3.5 റേഞ്ച് ലോൺ വരും. 3.25 വണ്ടിക്ക് റേറ്റ്. ഫിനാൻസ് കമ്പാരിറ്റീവ്ലി കുറവാണ്. വേറെ പണിയൊന്നും ഇല്ലല്ലോ? പണിയൊന്നുമില്ല. ഇത് 2013 മോഡൽ റിറ്റ്സ്. LD ആണോ VD ആണോ ZD ആണോ? VD. റേറ്റ് എത്ര വരുന്നത്? 3.4. എല്ലോയ്സ് ആഫ്റ്റർ മാർക്കറ്റ് ചെയ്തിട്ടുണ്ട്. സാധാരണ റിറ്റ്സ് VDയിൽ എല്ലോയ്സ് വരാത്തതാണ്. ബമ്പർ മാത്രം ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്തിട്ടുണ്ടല്ലേ? അതെ. പക്ഷെ എന്നാലും വണ്ടി അത്യാവശ്യം ഒരു വൃത്തി കാണുന്നുണ്ട്. കിലോമീറ്റർ ഒക്കെ എത്ര ഓടിയിട്ടുണ്ടാവും? കിലോമീറ്റർ 1 ലക്ഷത്തിന് പോകുന്നുണ്ട്. നിലവിലുള്ള കണ്ടീഷനൊക്കെ 1,06,000. 1,06,000 കിലോമീറ്റർ. ചെറിയൊരു ആൻഡ്രോയിഡ് സിസ്റ്റം, പിന്നെ ബാക്ക് ക്യാമറ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നിലവിൽ ടൈം ബെൽറ്റ് ഒക്കെ വരുന്നുണ്ടാവുക. ടൈം ബെൽറ്റ് വരുന്നത് 1:20 വേറെ ഇപ്പൊ എടുക്കുന്നൊക്കെ വേറെ കാര്യമായിട്ട് വർക്കും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. KL10 മലപ്പുറം വണ്ടിയാണ്. റേറ്റ് പറഞ്ഞിട്ടുണ്ട്. ലോണൊക്കെ എത്ര പറയാം? 2.25 ലോൺ ചെയ്യാം. അടുത്ത മാരുതിന് സ്വിഫ്റ്റ് 2017 VXI പെട്രോള്. 2013 VXI 17 അവസാനം ഇറങ്ങിയിട്ടുള്ള മാരുതി സ്വിഫ്റ്റ് പെട്രോൾ അല്ലേ? 1 ലക്ഷത്തിന് ചോട ഓടിയിട്ടുള്ളൂ വണ്ടി. 4 ലക്ഷം. ഓണർഷിപ്പ് സെക്കൻഡോ ചേർന്നു. ഓക്കെ. 17 മോഡൽ സ്വിഫ്റ്റിന് റേറ്റ് എത്ര വയ്ക്കുന്നത്? 4.5. ലോണൊക്കെ 4.46 ഇഞ്ചിൽ. നിലവിലുള്ള കണ്ടീഷനൊക്കെയോ? കുഴപ്പമില്ല. വണ്ടി കുഴപ്പമില്ല. മെക്കാനിക്കൽ സൂപ്പറാ. 15 റേഞ്ചിൽ 17-18 റേഞ്ചിലൊക്കെ മൈലേജ് കിട്ടുന്നുണ്ടാവും. എടുക്കുന്നതൊക്കെ വേറെ ഇപ്പം നിലവിൽ 07 കൊച്ചി രജിസ്ട്രേഷൻ വരുന്ന കറക്റ്റാ? 2016. വേരിയന്റ് ഏതാണ്? ഓപ്ഷൻ. ഡീസലാണോ പെട്രോൾ ആണോ? ഡീസൽ. സെക്കൻഡ് ഓണർഷിപ്പ് ആണെന്ന് എഴുതിയിട്ടുണ്ട്. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ടാവും? കിലോമീറ്റർ 1 മുകളിൽ ഓടി. 1.10-1.20 എത്ര? സർവീസ് ഹിസ്റ്ററി കറക്റ്റ് 1 മുകളിലുണ്ട്. സ്റ്റിയറിംഗ് കൺട്രോൾസ്, 2 എയർ ബാഗ്, കമ്പനി എല്ലോയ്സ്, ബാക്ക് വൈപ്പർ, ഡീഫോഗർ, ബാക്ക് സെൻസേഴ്സ്, കീലെസ് എൻട്രി അല്ല വരിക. ഇങ്ങനെ തുടങ്ങി ഒട്ടുവിധ എല്ലാ ഫീച്ചേഴ്സും വരുന്ന S എന്നുള്ള ഫുൾ ഓപ്ഷന് 2 വേരിയന്റ് താഴെയുള്ള കറക്റ്റ്. റേറ്റ് എങ്ങനെയാ ചോദിക്കുന്നത്? ഇത് 6.5. ലോണൊക്കെ എത്ര പറയാൻ വേണ്ടി പറ്റുന്നുണ്ടാവും? 6 ലോൺ ചെയ്തത്. 6 ലോൺ ചെയ്യാം. റേറ്റ് ഇനി കുറച്ച് കൊടുക്കാൻ വേണ്ടി പറ്റൂലേ? ചെറിയ തോതിൽ കുറയ്ക്കാം. നല്ല ക്വാളിറ്റി വണ്ടി. കിലോമീറ്റർ ഓടി ഫുൾ ഹിസ്റ്ററി എല്ലാം പക്കയാണ്. ബൈജറ്റ് അടുത്തത് 2013 VDI മാരുതി സ്വിഫ്റ്റ് VDI ഡീസലാണ്. ഡീറ്റെയിൽ എങ്ങനെയാ വരുന്നത്? 1.24 ഓടി. ഓണർഷിപ്പ് സെക്കൻഡ്. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോസ് ആയിരിക്കും ഫീച്ചർ ആയിട്ട് വരുന്നുണ്ടാവുക. ഇന്റീരിയർ സീറ്റ് കവർ മാറ്റി ചെയ്തായിട്ട് കാണുന്നുണ്ട്. റേറ്റ് എങ്ങനെയാ ചോദിക്കുന്നത്? 3.75. 3.75 2013 മോഡൽ സ്വിഫ്റ്റ് നല്ല ക്വാളിറ്റി വണ്ടിയാ.
കമ്പനി ഹിസ്റ്ററി എല്ലാം പക്കേ അതാത്ര റേറ്റ് വരുന്നത് അതെ അതെ കുറയും ചെറിയ തോതിൽ കുറയ്ക്കാൻ നമുക്ക് 3 ഉറുപ്പിക നമുക്ക് ലോഡ് ചെയ്യാം. ഓക്കെ എടുക്കുന്ന വേറെ പണിയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ക്വാളിറ്റി വണ്ടി എന്ന് പറഞ്ഞു. നല്ല വണ്ടി നല്ല വണ്ടി. അപ്പോൾ വൈചേട്ടാ ഒരു വീഡിയോ ഇവിടെ തീരുകയാണ്. ഒരു വീഡിയോ കൂടെ ഉണ്ടാവും, 2 പാർട്ടാക്കി ഇറക്കുന്നുണ്ട്. ഏകദേശം 40ഓളം വണ്ടികളുള്ളതിനെ കൊണ്ട് വീഡിയോയിൽ കാണിച്ചുള്ള വണ്ടികളുടെ ഏകദേശം ഡീറ്റെയിൽ നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള സ്ക്രീനിൽ തന്നെ നമ്പർ കൊടുക്കുന്നുണ്ട്, വിളിച്ചാൽ കിട്ടൂലേ? ലോൺ ചെയ്യാന്ന് പറഞ്ഞ വണ്ടിക്ക് ലോൺ കിട്ടൂലേ? പ്രൊഫൈൽ ഉള്ളവർക്ക് വില കുറയ്ക്കാന്ന് പറഞ്ഞു കൊടുക്കുക, വണ്ടിക്ക് വില കുറച്ച് കൊടുക്കൂലേ? കുറച്ച് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാലമുള്ള വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ മേളക്കായിട്ടുള്ള എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. മറ്റൊരു വീഡിയോ കാണുമ്പോൾ ഹാപ്പി സൈനിങ് ഓഫ്. അഡിയോസ്.